പാവനാത്മശക്തിയാൽ നിറഞ്ഞുണർന്നിടാം. വന്നണഞ്ഞിതാ സുവർണ ജൂബിലി. ഹൃദയവീണമീട്ടി വചനഗീതകങ്ങളാൽ പാടിടാം സുവർണ ജൂബിലി. പാവനാത്മശക്തിയാൽ നിറഞ്ഞുണർന്നിടാം. വന്നണഞ്ഞിതാ സുവർണ ജൂബിലി. ഹൃദയവീണമീട്ടി വചനഗീതകങ്ങളാൽ പാടിടാം സുവർണ ജൂബിലി. പാടിടാം സുവർണ ജൂബിലി. ഈകിടാം പ്രാർത്ഥനാഞ്ജലി. പാടിടാം സുവർണ ജൂബിലി. ഈകിടാം പ്രാർത്ഥനാഞ്ജലി. യേശു സ്നേഹത്തിലേക്ക് ജനതകളെ ആനയിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവാഹം. തിരുസഭയ്ക്കു വേണ്ടിയുള്ള തിരുസഭയ്ക്കുള്ളിലെ കൃപാവർഷം. മാനസാന്തരത്തിലേക്ക് ഹൃദയങ്ങളെ ചേർത്തണയ്ക്കുന്ന നവീകരണ മുന്നേറ്റം. 50 ആണ്ടുകൾക്ക് മുൻപ് അമേരിക്കയിലെ ഡ്യൂക്കേൻ സർവകലാശാലയിൽ ഒത്തുചേർന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിന്നും വളർന്ന് ഇപ്പോൾ 255 അധികം രാജ്യങ്ങളെ ആധ്യാത്മികമായി ഉണർത്തുന്ന കരിസ്മാറ്റിക് മുന്നേറ്റം. പരിശുദ്ധാത്മാവിന്റെ സ്വരം ശ്രവിച്ച് മുന്നേറുന്ന തിരുസഭാ മക്കൾ. ഭാരതത്തിൽ കരിസ്മാറ്റിക് നവീകരണം കടന്നു വന്നതിൻ്റെ 50 ആണ്ടുകൾ. സുവർണ ജൂബിലിയുടെ പുണ്യവർഷം. ഭാരതത്തിൽ സുവിശേഷത്തിന്റെ അഗ്നി പടർത്തിയ ഈ മുന്നേറ്റത്തിന്റെ ഇന്നലകളെയും ഇന്നിനെയും നാളെയെയും ഇതാ ഇവിടെ ഹൃദയപൂർവ്വം സ്മരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കൃതജ്ഞതയുടെ ഒരവസരമാണിത്. ദൈവം നൽകിയ വലിയ ദാനങ്ങൾക്ക് നാം നന്ദി പറയുന്നു. സഭയായി നാം നന്ദി പറയുന്നു. 2ാം വത്തിക്കാൻ കൗൺസിലിനെ തുടർന്ന് രൂപം കൊണ്ട കാത്തലിക് കരിസ്മാറ്റിക് മുന്നേറ്റം 50 വർഷം പിന്നിടുന്ന അവസരമാണ്. വിശുദ്ധനായ യോഹന്നാൻ 23-ാമൻ മാർപ്പാപ്പായുടെ ഉള്ളുരുകിയ പ്രാർത്ഥനയ്ക്ക്, രണ്ടാമത്തെ ഒരു പെന്തിക്കോസ്തായ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് സ്വർഗം നൽകിയ പ്രത്യുത്തരമാണ് ഈ നവീകരണ മുന്നേറ്റം എന്നതിൽ യാതൊരു സംശയമില്ല. ഇത് സഭയിലാകമാനം വലിയ മാറ്റങ്ങളുണ്ടാക്കി. എല്ലാ മേഖലകളിലും നവീകരണത്തിൻ്റെ ചലനങ്ങളുണ്ടായി. കൂദാശ ജീവിതം കുറെ കൂടി അർത്ഥപൂർണമായി. വിശ്വാസികൾ വചനത്തിലേക്ക് തിരിയാനും വചനം വായിക്കുന്നതിലും ദൈവവചനം ശ്രവിക്കുന്നതിലും ധ്യാനിക്കുന്നതിലും ശ്രദ്ധ പുലർത്തി എത്രമാത്രം ബൈബിളുകൾ വിതരണം ചെയ്യപ്പെട്ടു. വചനത്തോടുള്ള വലിയ ഒരു താൽപ്പര്യം പ്രകടമായി. അതിൻ്റെ പരിണതഫലമായി മാനസാന്തരം നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ഇടവക കൂട്ടായ്മകളിൽ പ്രകടമായി. ഇത് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. പ്രിയപ്പെട്ടവരെ, നവീകരണ മുന്നേറ്റം 5 പതിറ്റാണ്ട് പൂർത്തിയാക്കുമ്പോൾ ചുറ്റുപാടുകളിലേക്ക് നാം നോക്കണം, ഭാവിയിലേക്ക് നാം നോക്കണം. പരിശുദ്ധ പിതാവ്
2023 ഒക്ടോബറിൽ വിളിച്ചു കൂട്ടിയിരിക്കുന്ന സിനഡാലിറ്റിയെ സംബന്ധിച്ചുള്ള ആ സിനഡ്, സഭയുടെ സ്വഭാവം സിനഡൽ സ്വഭാവമാകണം എന്നുള്ള ആ ഒരു സന്ദേശം നാം ഏറ്റുവാങ്ങണം. നവീകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പ്രത്യേകിച്ചും തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണിത്. നമ്മുടെ സഹജീവികളിൽ, നമ്മുടെ സഹോദരങ്ങളിൽ മാമോദീസ സ്വീകരിച്ചിട്ടുള്ള ഓരോ വ്യക്തിയിലും പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും വരങ്ങളും പോഷിപ്പിച്ചെടുക്കാൻ, വരങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ശുശ്രൂഷകളെ ബലപ്പെടുത്താൻ നാം പരിശ്രമിക്കണം. ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ജീവിതങ്ങളായി, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന കൂട്ടായ്മകളായി നമ്മളുടെ കുടുംബങ്ങളും നമ്മുടെ ഇടവക കൂട്ടായ്മയും നമ്മുടെ സഭാ സമൂഹവും രൂപാന്തരപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിലേക്കും വരങ്ങളിലേക്കും ഫലങ്ങളിലേക്കും ഊന്നി നിന്നുകൊണ്ടുള്ള ആ ശുശ്രൂഷയാണ് ആവശ്യമായിരിക്കുന്നത് എന്ന് ഓർമ്മിക്കുക. രണ്ടാമതായി കോവിഡാനന്തര കാലഘട്ടം. ഈ കോവിഡ് യാദൃച്ഛികമായി സംഭവിച്ച ഒരു മാരക രോഗമായി, ഒരു വ്യാധിയായി നാം കണ്ട് തള്ളിക്കളയരുത്. ദൈവത്തിൻ്റെ ഇടപെടലായി തിരിച്ചറിഞ്ഞ് വ്യാഖ്യാനിച്ച് അതിനോട് പ്രതികരിക്കാൻ നവീകരണ മുന്നേറ്റത്തിൽ നിൽക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. മനുഷ്യൻ നിസ്സഹായനാണെന്നൊരു ബോധ്യം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ശാസ്ത്രത്തിൻ്റെ വളർച്ച എന്തിനേയും വെല്ലുവിളിക്കാൻ അവന് ധൈര്യം നൽകും, കരുത്ത് നൽകും എന്നവൻ തെറ്റിദ്ധരിച്ചിരുന്നു. വിവരസാങ്കേതിക വിദ്യ അവനെ സുരക്ഷിതനാക്കുമെന്നവൻ വിചാരിച്ചിരുന്നു. ലോകത്തിൻ്റെ ഭൗതികമായ വളർച്ച അവൻ്റെ സമ്പന്നതയിൽ, അവനെ എന്നും സമ്പന്നതയിൽ നിലനിർത്തും എന്നവൻ വിചാരിച്ചു. ഈ മഹാമാരി ഒരു യാഥാർത്ഥ്യം അവനെ ബോധ്യപ്പെടുത്തി. ഇതൊക്കെ വ്യർത്ഥമാണ്. ദൈവത്തിലേക്ക് തിരിയുക എന്നുള്ളതാണ് പ്രധാനം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സാഹചര്യം ദൈവം തന്നെ ഈ അന്തരീക്ഷത്തെ, ഈ സാഹചര്യത്തെ ഉഴുതുമറിച്ച ഒരു സാഹചര്യമായി നാം കാണേണ്ടതുണ്ട്. ഈ ഇളകിയ മണ്ണിൽ, ഈ ഇളകിയ മനുഷ്യഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ വചനം വിതറാനും അവരിൽ പരിശുദ്ധാത്മാവ് നിറയാനുമുള്ള ശുശ്രൂഷകൾ ഏറ്റെടുത്ത് നാം മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ 2025 വിശുദ്ധ വത്സരമായി പരിശുദ്ധ പിതാവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രത്യാശയുടെ തീർത്ഥാടകർ എന്ന മോട്ടോ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് നാം പ്രത്യാശയോടെ മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചാലേ സാധിക്കുള്ളൂ. നാം ഒറ്റപ്പെട്ടവരായിട്ടല്ല തീർത്ഥാടകരാകുന്നത്, മറിച്ച് നമുക്ക് മുമ്പേ കടന്നുപോയവരുടെ പാതകൾ പിന്നിട്ടുകൊണ്ടാണ് നാം പോകേണ്ടത്, പിന്തുടർന്നുകൊണ്ടാണ് പോകേണ്ടത്. നമ്മുടെ പിന്നാലെ വരുന്നവർക്ക് വഴിയൊരുക്കിക്കൊണ്ടാണ് നാം മുന്നോട്ട് പോകേണ്ടത്. വിശ്വാസത്തിൻ്റെ, പ്രത്യാശയുടെ മുദ്രകൾ ഇന്ന് ഈ മണ്ണിൽ പതിച്ചിടാനുള്ള ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അത് നമ്മുടെ സാക്ഷ്യജീവിതം ബലപ്പെടുത്തിക്കൊണ്ടാണ് സാധിക്കുന്നത്. നമ്മുടെ വിശ്വാസ ജീവിതം ബലപ്പെടുത്തിക്കൊണ്ടാണ് നമുക്കത് സാധ്യമായി തീരുക എന്നുള്ളതും പ്രിയപ്പെട്ടവരെ നാം ഓർമ്മിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ 2033 രക്ഷയുടെ മഹാജൂബിലിയാണ്. രക്ഷകൻ്റെ രക്ഷണീയ കർമ്മങ്ങൾ പൂർത്തിയാക്കിയതിൻ്റെ മഹാജൂബിലിയാണ്. ഈ കാലഘട്ടത്തിലൂടെയാണ് പ്രിയപ്പെട്ടവരെ നാം കടന്നു പോകുന്നത്. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി രക്ഷകനായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ നന്മകളും സ്വീകരിക്കാൻ തക്കവണ്ണം ഈ സമൂഹത്തെ സജ്ജമാക്കണം. ചുറ്റുപാടുകളിലേക്ക് നോക്കി നാം ഭയപ്പെടരുത്.
നിഷേധാത്മകമായ ആ ഒരു സമീപനങ്ങൾ വ്യത്യസ്തമായ ദിശകളിൽ നിന്നുണ്ടാകുമ്പോൾ, എല്ലാ പ്രതികൂലങ്ങളും നാം കാണുമ്പോൾ, നമ്മുടെ സമരായുധങ്ങൾ ഈ ലോകത്തിൻ്റെതല്ല എന്ന് തിരിച്ചറിയുക, ആത്മീയമായ ആയുധങ്ങൾ ആർജിച്ച് നമ്മുടെ ആയുധപ്പുരകൾ നാം വികസിപ്പിച്ച് ഈ ആയുധപ്പുരകളിൽ നിന്നും നാം എടുക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് പോരാടി തിന്മയുടെ ശക്തികളുടെ മേൽ വിജയം നേടണം. പൈശാചികത ഏറെ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. വിഭാഗീയത വല്ലാത്ത ഭീകരരൂപം പ്രാപിച്ചിട്ടുണ്ട് എന്നുള്ളതും നാം വിസ്മരിക്കരുത്. അപ്പോൾ ഈ അവസരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, വരങ്ങളും ദാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ശുശ്രൂഷാവേദികളെ സജീവമാക്കണം. പ്രിയപ്പെട്ടവരെ, നാം ശ്രദ്ധിക്കേണ്ട മേഖലകൾ, നിരവധി മേഖലകളുണ്ട്. നമ്മുടെ കൂട്ടായ്മ കൂടുതൽ ദൃഢപ്പെടുത്തണം. കുടുംബത്തിലായാലും ഇടവകയിലായാലും. സഭയുടെ ചെറിയ പതിപ്പാണ് കുടുംബമെന്ന ബോധ്യത്തോടെ നാം മുന്നോട്ട് പോകണം. കുടുംബം ഛിന്ന ഭിന്നമായാൽ എല്ലാം തകരാനിടയായിത്തീരും. ആത്മീയത പലപ്പോഴും വ്യക്തി അധിഷ്ഠിതമാക്കാൻ മനുഷ്യൻ ശ്രമിക്കുന്നുണ്ട്. ഇത് സഭാത്മകമാകണം എന്ന ആ ഒരു യാഥാർത്ഥ്യം നാം വിസ്മരിക്കാതിരിക്കണം. ഈ നവീകരണ മുന്നേറ്റ രംഗത്ത് പ്രവർത്തിക്കുന്ന ശുശ്രൂഷകരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ശുശ്രൂഷകൾ സഭാത്മകമാക്കാൻ നാം എപ്പോഴും പരിശ്രമിക്കേണ്ടതുണ്ട്. ഉദ്ധിതനായ യേശുവിനെ തേടി വന്ന മഗ്ദലനയോട് അവസാനം യേശു എന്താണ് പറഞ്ഞത്? നീ എന്നെ തൊടരുത്. നീ എന്ത് ചെയ്യണം? നീ ഇത് പോയി ശിഷ്യന്മാരെ അറിയിക്കണം, സഹോദരന്മാരെ അറിയിക്കണം. ഉദ്ധിതനായ യേശുവിനെ കൂടുതൽ വ്യക്തമായി അനുഭവിച്ചറിയാൻ, അടുത്തറിയാൻ സഭാ കൂട്ടായ്മയോട് ചേരുക എന്നുള്ളതാണ് ആവശ്യമായിരിക്കുന്നത്. ആ സഭാത്മകത നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതുപോലെ തന്നെ പ്രാർത്ഥനകളിലും കൂദാശ ജീവിതത്തിലും ഉണ്ടായിരിക്കുന്ന ആ ഒരു മന്ദത, അത് തിരിച്ചു പിടിക്കാനുള്ള പരിശ്രമം നവീകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പ്രത്യേകിച്ചും ഏറ്റെടുക്കേണ്ട ദൗത്യമാണ്. നമ്മുടെ കൂദാശ ജീവിതം അർത്ഥപൂർണമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കണം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വിശ്വാസ പരിശീലനം യേശു അനുഭവത്തിൽ, വ്യക്തി അനുഭവത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് എത്തിക്കുന്നതിലാവണം. നവീകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അവർ വിശ്വാസ പരിശീലന രംഗത്ത് ഓരോ ഇടവകയിലും സജീവമാകണം. നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മകൾ വിശ്വാസ പരിശീലനത്തിൻ്റെ, വിശ്വാസ സാക്ഷ്യത്തിൻ്റെ വേദികളായി മാറണം. നമ്മുടെ കാരുണ്യ ശുശ്രൂഷകൾ ഈ വിശ്വാസത്തിൻ്റെ പങ്കുവയ്ക്കലായി രൂപാന്തരപ്പെടണം. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ഓർമ്മിക്കുക, നമ്മുടെ സഭ ദരിദ്രരുടെ സഭയാണെന്ന് ഓർമ്മിക്കണം. അതുകൊണ്ട് തന്നെ ഈ സഭ ദരിദ്രയായ ഒരു സഭയായി ലോകത്ത് പ്രത്യക്ഷപ്പെടണം. ദരിദ്രരുടെ പക്ഷം ചേരുന്നവരായി നാം രൂപാന്തരപ്പെടണം. ആ ഒരു സമീപനമാണ് നാം ഓരോരുത്തരും പ്രത്യേകിച്ച് പുലർത്തേണ്ടത്. അനാഥര്, വിധവകൾ, രോഗികൾ, നിരാലംബര്, വൃദ്ധര്, ഭവനരഹിതര്, കുഞ്ഞുങ്ങൾ, ഇവരോടൊക്കെ നാം പ്രത്യേകമായി പുലർത്തേണ്ട ആ ഒരു സമീപനവും ആ ഒരു ശ്രദ്ധയും ആ മേഖലയിൽ വളരെയേറെ നമുക്ക് പ്രവർത്തിക്കാനുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷിത ദൗത്യത്തെപ്പറ്റി നമുക്ക് ഓർമ്മ വേണം. നമ്മൾ വ്യക്തികളായിട്ടായാലും കുടുംബമായിട്ടായാലും നമ്മുടെ ഇടവകയായിട്ടായാലും നമ്മുടെ സഭാ സമൂഹമായിട്ടായാലും പ്രേക്ഷിതത്വം നഷ്ടപ്പെടുന്ന സഭ നിർജീവമാകുമെന്നതിൽ യാതൊരു സംശയമില്ല. ആ ദൗത്യബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. വൈദികരുടെയും സന്യസ്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ട മാറ്റം, അവരുടെ പരിശീലനം മുതൽ അവരുടെ സമീപനങ്ങളിൽ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ മാറ്റം ആവശ്യമാണ്. വൈദികർക്ക് വേണ്ടി, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
ദൈവവിളികൾ പ്രോത്സാഹിപ്പിക്കണം. വൈദികരോട് ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ വിശുദ്ധീകരണം കുറേ കൂടി എളുപ്പമാക്കി തീർക്കാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. കുടുംബ പ്രേക്ഷിതത്വം പ്രിയപ്പെട്ടവരെ നമ്മളുടെ ദൗത്യമാണ്. കുടുംബത്തെ പിന്തുടരണം, അനുധാപനം ചെയ്യണം. അവരുടെ വേദനകളിൽ, അവരുടെ നൊമ്പരങ്ങളിൽ നാം ഭാഗഭാക്കാകണം. അവരുടെ ജീവിതാവസ്ഥകളെ അടുത്തറിയാൻ നാം പരിശ്രമിക്കണം. കുടുംബ ആത്മീയത പോഷിപ്പിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ പ്രേക്ഷിത കുടുംബങ്ങളായി രൂപാന്തരപ്പെടുത്താൻ ശ്രമിക്കണം. അൽമായരുടെ പങ്കാളിത്തം എല്ലാ മേഖലകളിലും ഉണ്ടാകുന്നതിന് പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും നവീകരിക്കപ്പെടുക എന്നുള്ളത് ആവശ്യമാണ്. യുവജന ശുശ്രൂഷയുടെ കാര്യത്തിലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏറെ ശ്രദ്ധ ഈ കാലഘട്ടത്തിൽ ആവശ്യമുണ്ട്. വല്ലാതെ ദിശ തെറ്റിപ്പോകുന്ന നമ്മുടെ യുവജനങ്ങൾ. യേശുക്രിസ്തു യുവാവായി ജീവിച്ചു, യുവാവായി മരിച്ചു. എൻ്റെ യുവത്വം യേശുക്രിസ്തുവിന് എന്ന്, ദൈവരാജ്യത്തിന് എന്ന് ആ ഒരു പ്രഖ്യാപനത്തോടെ യുവത്വത്തെ സമർപ്പിക്കുന്ന യുവജനങ്ങൾ ഉണ്ടാവണം. അതുപോലെ തന്നെ സഹനങ്ങളോടുള്ള ആ ഒരു സമീപനം. ജീവിതത്തിൽ സഹനങ്ങളുണ്ട്. കുരിശ് വിട്ടുള്ള യാത്ര, കുരിശില്ലാത്ത പാതയിലൂടെ സഞ്ചരിക്കാനുള്ള നമ്മുടെ വ്യഗ്രത, അതിൽ നിന്നുള്ള മോചനം നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് നമുക്ക് ഓർമ്മിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ പ്രകൃതിയെ തന്നെ ആദരിക്കാനും പ്രകൃതിയുമായുള്ള ബന്ധം നാം നിലനിർത്താനും ആത്മാർത്ഥമായി പരിശ്രമിക്കേണ്ടതുണ്ട്. ഈ പ്രകൃതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്ക് ഉത്തരവാദി മനുഷ്യൻ തന്നെയാണ്. പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഒരു ആത്മീയതയെ സംബന്ധിച്ചുള്ള ബോധ്യം നമുക്ക് വേണം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരിലേക്കും എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ അഭിഷേകം സ്വീകരിക്കാൻ നമ്മെ ഓരോരുത്തരെയും സജ്ജമാക്കാം. നാം ഓരോരുത്തരും പടയാളികളായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്തിന് വേണ്ടി നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിൽ, അമ്മയുടെ വിമല ഹൃദയത്തിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. ഒരു കടുകുമണി മുളയിടുന്നത് പോലെ ഭാരതസഭയിൽ ആരംഭം കുറിച്ച ഈ നവീകരണം ഇന്നിതാ ഏറ്റവും വലിയ ഫലവൃക്ഷമെന്നോണം പടർന്നു പന്തലിച്ചു നിൽക്കുന്നു. സുവിശേഷം കടന്നു ചെല്ലാതിരുന്ന ഉൾനാടുകളിൽ ഇതാ നവീകരണത്തിന്റെ പ്രേക്ഷിതർ സുവിശേഷത്തിന്റെ വാഹകരാകുന്നു. പരിശുദ്ധാത്മാവ് സജീവമായി ഇതാ ജനതകളെ നവീകരിക്കുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യയിലെ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ മഹത്തായ 50 വർഷങ്ങൾ. പ്രത്യേകിച്ച് ഇന്ന് ഈ ദിവസം നമ്മൾ ദൈവത്തിന് നന്ദി പറയാൻ ആഗ്രഹിക്കുക. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം വഴി സഭയിലും നമ്മുടെ സമൂഹങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നൽകിയ ആ വലിയ ദാനത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമുക്കറിയാം, കരിസ്മാറ്റിക് നവീകരണം തുടങ്ങിയത് എവിടെയാണ്? ഡുക്കെയിനിൽ, പിറ്റ്സ്ബർഗ് എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ ഒരു ചെറിയ ധ്യാന കേന്ദ്രത്തിൽ 29 പേര് ഒന്നിച്ചുകൂടി ഫെബ്രുവരി 1967 ഒന്നിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആണ് ഇത് തുടങ്ങിയത്. ഈ 29 പേരിൽ നിന്ന് ഇത് വളർന്ന് ഇന്ന് ഏകദേശം 1250 ലക്ഷം വ്യക്തികളിലേക്ക് വ്യാപിച്ചിരിക്കുക. കാട്ടുതീ പോലെ ഇത് പടർന്നു. അതുപോലെ 235 രാജ്യങ്ങളിൽ ഈ 55 വർഷം കൊണ്ട് ഇത് വ്യാപിച്ചു എന്നുള്ളതാണ്. ലോകത്തിലെ കത്തോലിക്കരിൽ ഏകദേശം 12% ഈ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ പ്രഭാവം അവരുടെ ജീവിതത്തിലുണ്ടായി, അവരെ സ്വാധീനിച്ചു. അപ്പോൾ അതിന് നമ്മൾ ദൈവത്തിന് നന്ദി പറയേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ സ്ഥിതി വിവരണ കണക്കുകൾ പ്രകാരം കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം ഏറ്റവും വലുതും അതിവേഗം വളരുന്നതുമായ മുന്നേറ്റം എന്ന് അറിയപ്പെടുന്നു. കത്തോലിക്ക സഭ നിലനിൽക്കുന്നിടത്ത് എല്ലാവർക്കും
എല്ലായിടത്തും കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതായത് ലോകം മുഴുവൻ വ്യാപിച്ചു. അപ്പോൾ ശരിക്കും നമ്മൾ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കണക്ക് വലിയ ഇഷ്ടമില്ലെന്ന് എനിക്കറിയാം, പക്ഷേ ഇന്ന് ഞാൻ കണക്കുകളും കൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുക. കാരണം സാധാരണ നമ്മളിത് കേൾക്കുകയല്ല. അപ്പോൾ ഇന്ന് ജൂബിലി കാരണം നമ്മളിത് കേൾക്കണം. കാരണം ഇത് കേട്ട് കഴിഞ്ഞാലേ നമ്മൾ ഈ കരിസ്മാറ്റിക് നവീകരണത്തെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് അതിനെപ്പറ്റി ഒരു ബോധ്യവും, അപ്പോൾ അതിനെ പറ്റി ദൈവത്തിന് നന്ദി പറയാനായിട്ട് ഉള്ളൊരു മനസ്സുമൊക്കെ നമുക്ക് വരുള്ളൂ. അപ്പോൾ ശരിക്കും നമ്മൾ ലോകത്തിലെ രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ബ്രസീൽ, കൊളംബിയ, മെക്സിക്കോ, നൈജീരിയ, ഈ 4 രാജ്യങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സഭയിലും ജനങ്ങളിലും ശക്തമായ സ്വാധീനം കരിസ്മാറ്റിക് നവീകരണം ചെലുത്തിയ ഒരു രാജ്യമായിട്ടാണ് ഇന്ത്യയെ വിലയിരുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കരിസ്മാറ്റിക് നവീകരണം വഴി നമുക്ക് വലിയ ഒരു ഇൻഫ്ലുവൻസാണ് ഈ സഭയിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതും നമ്മൾ ഓർത്തിരിക്കണം. ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ നമ്മളെ 1.6% മാത്രമാണ് കത്തോലിക്ക രാജ്യത്തുള്ളത്. അപ്പോൾ ഇത് ശരിക്കും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം എത്രയും വേഗത്തിലോ ശക്തമായോ സഭയിൽ ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ ഇതുവരെ ഒരു പ്രസ്ഥാനങ്ങളും വളർന്നിട്ടില്ല. എന്നുവെച്ചാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താഴേക്കടയിൽ നിന്നും വളർന്നു വരുന്നതാണ്. ചില പ്രസ്ഥാനങ്ങൾക്ക് മുകളിൽ നിന്ന് താഴത്തേക്കാണ് വളരുക. ഇത് താഴേക്കടയിൽ നിന്നും വളർന്നു വരുന്ന ഒരു ഗ്രാസ് റൂട്ട് സംരംഭമാണ്, ഒരു മുന്നേറ്റമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മുന്നേറ്റം ഇതുവരെ ഇതുപോലെ ഇത്ര ശക്തമായിട്ട് സഭയിൽ പ്രചരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ സംഭാവനകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കുറച്ച് കാര്യങ്ങൾ, അതായത് കരിസ്മാറ്റിക് നവീകരണം സഭയ്ക്കും സമൂഹത്തിനും നമ്മൾക്ക് ഓരോരുത്തർക്കും സംഭാവന ചെയ്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ ഗോൾഡൻ ജൂബിലിയെ പറ്റി പറയുമ്പോൾ പരിശുദ്ധ പിതാവ് പോപ്പ് ഫ്രാൻസിസ്, നമ്മൾ ആഗോളതലത്തിലുള്ള ഗോൾഡൻ ജൂബിലി നമുക്കറിയാം 2017 50 വർഷമായത്. അപ്പോൾ അന്ന് അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് പരിശുദ്ധ പിതാവ് പറഞ്ഞൊരു പ്രത്യേക കാര്യമുണ്ട്. സഭയ്ക്കും ലോകത്തിനും വേണ്ടിയുള്ള ഈ കൃപയുടെ പ്രവാഹത്തിൻ്റെ ദാനത്തിന് പരിശുദ്ധാത്മാവിന് നന്ദി പറയാൻ ഞങ്ങൾ ഒത്തുകൂടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലോകത്തിന് വേണ്ടിയുള്ള ഈ കൃപയുടെ പ്രവാഹത്തിന് ഇതിനു വേണ്ടിയിട്ട് നമുക്ക് നന്ദി പറയാനാണ് നമ്മൾ ശരിക്കും ഈ ജൂബിലിക്ക് ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. കൂടാതെ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ 50 വർഷങ്ങളിൽ ചെയ്ത അത്ഭുതങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കാൻ നമുക്ക് ഒത്തുകൂടാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ കർത്താവിനെ സ്തുതിക്കാനാണ് നമ്മളിവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നത് കേട്ടോ. പിന്നെ പരിശുദ്ധ പിതാവ് തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഈ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം ദശലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളുടെ ജീവിതം മാറ്റിമറിച്ചു. അതൊക്കെയാണ് നമ്മളിപ്പോൾ ഈ ഓർക്കേണ്ടത് ഈ സമയത്ത്, ജൂബിലിയുടെ സമയത്ത്. അപ്പോൾ നവീകരണത്തിൻ്റെ ചില സംഭാവനകളെ പറ്റിയാണ് ഞാൻ എടുത്ത് പറയുന്നത്. ഓരോന്നോരോന്നായിട്ട് പറയാം. അപ്പോൾ അത് നിങ്ങൾക്ക് ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ കണ്ട് ദർശിച്ച, നിങ്ങളെ സ്പർശിച്ച കാര്യങ്ങളാണ്. ഞാനൊന്ന് എടുത്ത് പറയുന്നതേ ഉള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെയും പ്രവർത്തനത്തെയും കുറിച്ചുള്ള കൂടുതൽ അവബോധം, പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള പ്രവർത്തനത്തെക്കുറിച്ചുള്ള അവബോധമൊക്കെ കരിസ്മാറ്റിക് നവീകരണം വഴി നമുക്ക് ലഭിച്ചിരിക്കുന്നതാണ്. യേശു ക്രിസ്തുവിനോടുള്ള ആഴമേറിയ പ്രതിബദ്ധത, അല്ലേ? ശരിക്കും കരിസ്മാറ്റിക് നവീകരണം വഴി ഒത്തിരി പേർക്ക് യേശു ക്രിസ്തുവിനോട് ആഴമേറിയ വ്യക്തിപരമായൊരു പ്രതിബദ്ധത വന്നിട്ടുണ്ട്. അതുപോലെ ക്രിസ്തീയ വിളി കൂടുതൽ പൂർണ്ണമായി ജീവിക്കുവാനുള്ള ആഗ്രഹം, ടു ലീവ് ദ കോളിംഗ്. അപ്പോൾ അതാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കരിസ്മാറ്റിക് നവീകരണം വഴി കിട്ടിയിരിക്കുന്ന ഒരു വരം അല്ലെങ്കിൽ ഒരു ദാനമെന്ന് ഞാൻ പറയുക. അതിനെ കരിസ്മാറ്റിക് വരദാനങ്ങളുടെ സ്വീകാര്യതയും പ്രോത്സാഹനവും. നേരത്തെ ഈ വരദാനങ്ങളൊന്നും ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇനി ഇത് കരിസ്മാറ്റിക് നവീകരണം വഴിയാണ് ഇത് സാധിച്ചത്. വചനം വായിക്കുവാനുള്ള വർദ്ധിച്ചു വരുന്ന ആഗ്രഹം ഒത്തിരി പേര്, അല്ലേ? നേരത്തെ കത്തോലിക്കർ വചനം വായിക്കുക എന്ന് പറയുന്നത് വളരെ വിരളമായിരുന്നു. ഇത് കരിസ്മാറ്റിക് നവീകരണം വഴിയാണ് ഇന്ന് ഭവനങ്ങളിലും വ്യക്തിപരമായ പ്രാർത്ഥനയിലും വ്യക്തിപരമായ രീതിയിലും നമ്മൾ വചനം പഠിക്കുക, വായിക്കുക, ഇതൊക്കെ ശരിക്കും നടക്കുന്നത് കൊണ്ടാണ്. അതുപോലെ ദിവ്യകാരുണ്യത്തോടെ, ദിവ്യ ബലിയോടുള്ള ആ സ്നേഹം നമ്മൾക്ക് പരീക്ഷകളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിത്യ കുർബാനയ്ക്ക്, ഡെയിലി കുർബാനയ്ക്ക് വരുന്ന ആൾക്കാർ നല്ലൊരു ശതമാനം ഈ കരിസ്മാറ്റിക് അനുഭവത്തിലൂടെ കടന്നു വരുന്നവരാണ്. അതുപോലെ പ്രാർത്ഥനയോടെയുള്ള പ്രതിബദ്ധത, കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ആ തീഷ്ണത, അല്ലേ? വ്യക്തിപരമായ വിശുദ്ധിയിലേക്കുള്ള ദാഹം, അത് വിശുദ്ധരായിട്ട് വളരുവാനായിട്ടുള്ള ആ ദാഹം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. സമൂഹ ജീവിതത്തിൻ്റെ പുതിയ രൂപങ്ങൾ, പ്രത്യേകിച്ച് ഒന്നിച്ച് പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഒന്നിച്ചു വരുന്നു, മിനിസ്ട്രികളിൽ ഒന്നിച്ചു വരുന്നു, ശുശ്രൂഷകളിൽ ഒന്നിച്ചു വരുന്നു. പിന്നെ ഈ കവനൻ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത് ലോകത്തിൽ പലയിടത്തും ഉണ്ട്. നമുക്ക് ഇന്ത്യയിൽ വളരെ കുറവാണെങ്കിലും ഇന്ത്യയിൽ തന്നെ ഉണ്ട്, ബോംബെയിലും വസൈലും ഒക്കെ ഉണ്ട്. പക്ഷേ
വളരെ ചെറിയ സമൂഹമുള്ളൂ. പക്ഷേ പലയിടത്തും ഈ ന്യൂ ഫോംസ് ഓഫ് കമ്മ്യൂണിറ്റി ലൈഫ്, സിസ്റ്റേഴ്സായിട്ടുള്ളവർ വ്രതം എടുത്തവരും കാണും, അച്ഛന്മാരും കാണും, ബ്രദേഴ്സും കാണും, അൽമാരും കാണും, കുടുംബക്കാരും കാണും. ഇവർ ഒന്നിച്ച് ന്യൂ ഫോം ഓഫ് കമ്മ്യൂണിറ്റി ലൈഫ് ഇന്ന് യൂറോപ്പിലൊക്കെ പലയിടത്തും ലാറ്റിൻ അമേരിക്കയിലും ഫിലിപ്പീൻസിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അപ്പസ്തോലിക പ്രവർത്തനത്തോടുള്ള പ്രതിബദ്ധത. ഞാൻ പറയട്ടെ, എല്ലാ അൽമായരും അപ്പസ്തോലിക് ആക്ടിവിറ്റി ചെയ്യാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. പക്ഷേ അത് നമ്മളൊന്നും ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ ഇതിനോടുകൂടി, ഈ കരിസ്മാറ്റിക് നവീകരണത്തോടു കൂടി അപ്പസ്തോലിക് പ്രവർത്തനത്തോടുള്ള പ്രതിബദ്ധത നമ്മളിൽ ജനിച്ചു എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കാനും സുവിശേഷം നൽകാനുള്ള സന്നദ്ധത, അല്ലേ, നമ്മൾ സാക്ഷ്യം വഹിക്കാനായിട്ടുള്ള സന്നദ്ധത, അതുപോലെ വചനം, സുവിശേഷം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ടുള്ള തീക്ഷ്ണതയൊക്കെ നമുക്ക് ഈ കരിസ്മാറ്റിക് നവീകരണം തന്നിരിക്കുന്ന മുതൽക്കൂട്ടാണ്. പരസ്പര സ്നേഹം, അല്ലേ, ഒന്ന് നമ്മൾ പലപ്പോഴും കരിസ്മാറ്റിക് നവീകരണത്തിൽ വരുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം, പല ഭാഷ സംസാരിക്കുന്നവർ ഒന്നിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട്, പല റീത്തുകളിലുള്ളവർക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട്, പല കാസ്റ്റിലുള്ളവർക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒന്നിപ്പിക്കുന്നത് ആ സ്നേഹം ശരിക്കും കരിസ്മാറ്റിക് നവീകരണം വഴിയാണ്, അല്ലേ? നിങ്ങൾ അനുഭവിച്ചിട്ടില്ലേ? ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. സഭയോടുള്ള വിശ്വസ്തത, നമുക്ക് സഭയോട് എപ്പോഴും ഒരു കൂറുണ്ട്, അല്ലേ? ഈ കരിസ്മാറ്റിക് നവീകരണം തന്നിരിക്കുന്ന ഒരു ദാനമാണത്. പ്രാദേശിക സഭയെ സേവിക്കുവാനുള്ള ആഗ്രഹം, അതായത് നമ്മൾ ഇംഗ്ലീഷിൽ പറയും ബ്ലൂം വെയർ യു ഹാവ് ബീൻ പ്ലാന്റഡ്, നട്ടുപിടിപ്പിച്ചെടുത്ത് പൂക്കുക എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ ഡൽഹിയിൽ എന്നെ നട്ടുപിടിപ്പിച്ചത് ഇവിടെയാണ്. ഞാനിവിടെ പോയതുകൊണ്ട് ഇവിടുത്തെ സഭയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിക്കാനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതായത് നമ്മൾ പ്രാദേശിക സഭയെ സേവിക്കാനുള്ള ആഗ്രഹം. അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മുതൽക്കൂട്ടായിട്ട് കരിസ്മാറ്റിക് നവീകരണം നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് അതിനെല്ലാം ദൈവത്തിന് നന്ദി പറയാം. ആ കൂടെ ചില കാര്യങ്ങൾ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുക. ഒന്ന്, പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ. പ്രിയപ്പെട്ടവരെ, ഈ കരിസ്മാറ്റിക് നവീകരണം തുടങ്ങിയത് പ്രാർത്ഥനാ ഗ്രൂപ്പിലാണ്, അല്ലേ? പ്രാർത്ഥനാ ഗ്രൂപ്പ് ആദ്യകാലം കരിസ്മാറ്റിക് നവീകരണം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പറയുന്നത് 1969 ആയപ്പോഴത്തേനും 13 രാജ്യങ്ങളിൽ പ്രാർത്ഥനാ ഗ്രൂപ്പുകളുണ്ടായിരുന്നു. 1970 ആയപ്പോൾ 25 രാജ്യങ്ങളിൽ പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. 1975 ആയപ്പോൾ 93 രാജ്യങ്ങളിൽ പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. 2000 ആയപ്പോഴത്തേനും 235 രാജ്യങ്ങളിൽ പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് 1995 ഏകദേശം 110 ലക്ഷം ജനങ്ങൾ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ശരിക്കും കരിസ്മാറ്റിക് നവീകരണം തുടങ്ങിയത് പ്രാർത്ഥനാ ഗ്രൂപ്പിലാണ്, കരിസ്മാറ്റിക് നവീകരണം വളരേണ്ടത് പ്രാർത്ഥനാ ഗ്രൂപ്പിലാണ്. ഇന്ത്യയിലെ കരിസ്മാറ്റിക് നവീകരണത്തിന് ശ്രദ്ധേയമായിട്ടുള്ള ഒരു വലിയ നേട്ടം എന്ന് ഞാൻ പറയും ധ്യാന കേന്ദ്രങ്ങൾ. ഞാൻ ഒത്തിരി രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ ചെല്ലുമ്പോൾ നമ്മളൊരു രാജ്യത്ത് ഒരു ധ്യാന കേന്ദ്രം, 2 ധ്യാന കേന്ദ്രം കാണും. ഇന്ത്യയിൽ എത്ര ധ്യാന കേന്ദ്രങ്ങളുണ്ട്? ഏകദേശം 150 ധ്യാന കേന്ദ്രങ്ങളാണ് നമ്മൾ ഇന്ത്യയിൽ ഉള്ളത്. കരിസ്മാറ്റിക് ധ്യാന കേന്ദ്രങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ളത്. അപ്പോൾ അതിലേകദേശം 100ഓളം കേരളത്തിൽ തന്നെയുണ്ട്. നമ്മൾ ഡിവൈൻ റിട്രീറ്റ് സെൻറ്ററിൻ്റെ തന്നെ ലോകം മുഴുവൻ പല സ്ഥലങ്ങളിലായിട്ട് 50 ധ്യാന കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ ഇത് ഈ നമ്മുടെ ഒരു പ്രത്യേക ഒരു അനുഗ്രഹമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്, ധ്യാന കേന്ദ്രങ്ങൾ. ഈ ധ്യാന കേന്ദ്രങ്ങൾ വഴി കരിസ്മാറ്റിക് നവീകരണം ഒത്തിരി വ്യക്തികളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ദൈവത്തിന് നന്ദി പറയേണ്ടതുണ്ട്. മാതൃധാം ആശ്രമം, വാരണാസി, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അവിടെ ഈ ക്രിസ്തു ഭക്സാസ് എന്നാണ് അവരെ വിളിക്കുന്നത്. കാരണം അവർ മറ്റ് മതസ്ഥരാണ്, അവർ ക്രിസ്ത്യാനികളാകുന്നില്ല. പക്ഷേ അവിടെ വന്ന് എല്ലാ ഞായറാഴ്ചയും വന്ന് ഈ വചനം കേട്ടിട്ട് പോവുകയാണ്. അവരെ പറയുന്നത് ക്രിസ്തു ഭക്താസാണ്. അതുപോലെ നമ്മൾ ഈ ധ്യാന കേന്ദ്രങ്ങൾ, പല രൂപതകൾ, പല സന്യാസ സമൂഹങ്ങളൊക്കെ ധ്യാന കേന്ദ്രങ്ങൾ തുടങ്ങിയിട്ടുണ്ട്, അല്ലേ? അതുപോലെ കരിസ്മാറ്റിക് നവീകരണം വഴി നമ്മൾ പ്രീച്ചേഴ്സും ഇഷ്ടംപോലെ വചനം പ്രഘോഷിക്കുന്നവർ മുമ്പോട്ട് വന്നിട്ടുണ്ട്. അൽമായരായിട്ടും വൈദികരായിട്ടും സിസ്റ്റേഴ്സായിട്ടും ഒക്കെ ഇങ്ങനെ മുമ്പോട്ട് വന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ആഗോള തലത്തിൽ ഇന്ത്യയിൽ നിന്നും ധ്യാന ടീമുകളും ധ്യാനിപ്പിക്കുന്ന വ്യക്തികളും പോയി ഇഷ്ടംപോലെ വചനം പങ്കുവെച്ചുകൊണ്ടിരിക്കുക, അല്ലേ? പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീഡിയ തലത്തിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ കരിസ്മാറ്റിക് നവീകരണത്തിൽ നിന്നും പ്രേരണ ലഭിച്ചിട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഷാലോം, നമുക്കറിയാം, ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിന്ന് തുടങ്ങിയതാണ് ഷാലോം ടെലിവിഷൻ, ഷാലോം മിനിസ്ട്രിയൊക്കെ. ഇന്ന് എവിടെയാണ്? ലോകം മുഴുവൻ കവർ ചെയ്യുകയാണ്. എത്ര ദൈവത്തിന് നന്ദി പറയണ്ടേ ഇതൊക്കെ ഓർത്തിട്ട്, അല്ലേ? ഒരു അൽമായ സഹോദരൻ വഴി, ആ ഒരു ചെറിയ കൂട്ടായ്മ വഴി തുടങ്ങിയ ഒരു കാര്യം ഇന്ന് ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുപോലെ ഷാലോം പബ്ലിക്കേഷൻസ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും വലിയൊരു അത്ഭുതമല്ലേ? ഇതിനൊക്കെ പ്രതി നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞില്ലെങ്കിൽ ഈ ജൂബിലിയുടെ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുക?
അതുപോലെ നമുക്ക് യൂത്ത് ഇനിഷ്യേറ്റീവ്സ് അല്ലേ, ഇന്ത്യയിൽ നമുക്ക് യൂത്ത് മിനിസ്ട്രി ആയിട്ട് യൂത്ത് യുണൈറ്റഡ് ഫോർ ക്രൈസ്റ്റ് ഉണ്ട്. അതുപോലെ നമുക്ക് ജീസസ് യൂത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് ഏകദേശം 30ഓളം രാജ്യങ്ങളിൽ അവർ വ്യാപിച്ചിരിക്കുകയാണ്, പല ഇനിഷ്യേറ്റീവ്സ് അതുവഴി. അപ്പോൾ യൂത്ത് ഇനിഷ്യേറ്റീവ്സ് ഇതൊക്കെ വന്ന് എല്ലാം കരിസ്മാറ്റിക് സ്പിരിച്വാലിറ്റി വഴിയാണ്. അതുപോലെ കുട്ടികളുടെ മിനിസ്ട്രികൾ, ഇപ്പോൾ കുട്ടികളുടെ മിനിസ്ട്രിയിൽ നമുക്ക് നാഷണൽ തലത്തിൽ ഉള്ളത് NSTയുടെ ഉണ്ട്, ടീൻസ് യുണൈറ്റഡ് ഫോർ ക്രൈസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് അറിയാം കോട്ടയത്ത് കളത്തിപ്പടിയിലുള്ളത് ക്രിസ്റ്റീൻ ധ്യാന കേന്ദ്രം. ലോകം മുഴുവൻ പോയി അവർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ധ്യാനങ്ങൾ നടത്തുകയാണ്, അവരെ സഹായിക്കുകയാണ്, അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അവിടെ താമസിച്ചുള്ള ധ്യാന സൗകര്യങ്ങളുണ്ട്. ഇതൊക്കെ വലിയ വലിയ എന്ത് പറയുന്ന അനുഗ്രഹങ്ങളാണ് സഭയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ നമുക്ക് പ്രൊഫഷണൽ ഫാമിലി മിനിസ്ട്രികളുണ്ട്, ഫാമിലീസ് ഫോർ ക്രൈസ്റ്റ് ഉണ്ട്, നേഴ്സസ് യുണൈറ്റഡ് ഫോർ ക്രൈസ്റ്റ് ഉണ്ട്. കേരളത്തിലൊക്കെ വളരെ ശക്തമായിട്ടുള്ളൊരു നെറ്റ്വർക്കുണ്ട് ഈ ഫാമിലീസിൻ്റെ അല്ലേ, കപ്പിൾസിൻ്റെ. പിന്നെ കവനൻ കമ്മ്യൂണിറ്റീസ്, ഇപ്പോൾ നമ്മൾ കവനൻ കമ്മ്യൂണിറ്റി ഇന്ത്യയിൽ ഒത്തിരി വലിയ പ്രസക്തി ഇല്ലെങ്കിലും ബോംബെ, പൂനെ, വസായ്, ബാംഗ്ലൂരായിട്ട് നമുക്ക് ചില കൊച്ചു കൊച്ചു കമ്മ്യൂണിറ്റികളുണ്ട്. കമ്മ്യൂണിറ്റി ഓഫ് ജീസസ്, ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, സോഡ് ഓഫ് ദ സ്പിരിറ്റ്, ഇങ്ങനെ കമ്മ്യൂണിറ്റികൾ. അതുപോലെ നമുക്ക് സ്കൂൾസ് ഓഫ് എവാഞ്ചലൈസേഷൻ, അതായത് സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള സ്കൂളുകൾ, അതിൻ്റെ മിനിസ്ട്രികളുണ്ട്. പിന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന പല ശുശ്രൂഷകളുണ്ട്. കേരളത്തിൽ തന്നെ നമുക്ക് അറിയാം അല്ലേ, കോട്ടയത്ത് ഉള്ള നവജീവനെ പറ്റി നമുക്കറിയാം. അതുപോലെ ഫ്രണ്ട്സ് ആകാശ പ്രവളയെ പറ്റി നമുക്കറിയാം. ഇങ്ങനെ പല ശുശ്രൂഷകളുണ്ട്. അതുപോലെ മധ്യസ്ഥ പ്രാർത്ഥന നമുക്കറിയാം. ഇന്ന് ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ കൂടുതലായിട്ട് മധ്യസ്ഥ പ്രാർത്ഥന ശക്തിപ്പെട്ടതേ ഉള്ളൂ അല്ലേ, തളർത്താൻ സാധിച്ചില്ല. അപ്പോൾ ഈ നാഷണൽ ഇൻ്റർസെസറി നെറ്റ്വർക്ക്, അതിന് കേരളത്തിലും ബ്രാഞ്ചുണ്ട്. പിന്നെ പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന, നമുക്ക് ഇന്ത്യയിൽ നിന്ന് ലോകം മുഴുവൻ കൊടുക്കാൻ സാധിച്ച ഒരു കാര്യമാണ് പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന. ഇങ്ങനെ കരിസ്മാറ്റിക് നവീകരണം വഴി ഇങ്ങനെ ഇതെല്ലാം വളർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പോയ കാലങ്ങളിൽ ദൈവം നൽകിയ നന്മകൾക്കു നന്ദിയേകിടാം. അവിടുത്തെ പാതയിൽ നീങ്ങാതെ വന്നതാം വീഴ്ചകൾക്കു മാപ്പിറങ്ങിടാം. 5 പതിറ്റാണ്ടുകൾക്കു മുമ്പുണർന്നതാം വചനദീപനാള ശോഭ പുൽകി. പുത്തനാം കരുത്തു നേടിയത്ര സോദര കർത്താവിനു സ്നേഹ സാക്ഷ്യമേകി. പാടിടാം സുവർണ ജൂബിലി, ഏകിടാം പ്രാർത്ഥനാഞ്ജലി. പാടിടാം സുവർണ ജൂബിലി, ഏകിടാം പ്രാർത്ഥനാഞ്ജലി.